ഹലോ മക്കളെ, നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ കാണുന്ന ഒന്നാണ് ഫുട്ബോൾ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലെയർ ആരാന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, ഇങ്ങനെ നമുക്ക് കുറെ പേര് ആരാധിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവരെ നമ്മൾ ലെജൻസ് എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അത് നമ്മൾ ഗോട്ട് എന്ന് വിളിക്കാറുണ്ട്, ലെജൻസ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇവരെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആരാധിക്കാൻ തോന്നുന്നത്? കാരണം അവർ അത്രയും വലിയൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെ. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഫുട്ബോൾ ഗെയിം കളിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവരുടെ ഫോക്കസ് എന്തായിരിക്കും? ഗോൾ അടിക്കുക എന്നുള്ളതിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഗോൾ അടിക്കുക എന്നുള്ള ഫോക്കസ് വേറെ ഒന്നിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആവാതെ ആ ഒരു ഫോക്കസ് വെച്ച് ആ ഒരു ഗോളിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഓരോ തവണയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് അവർ ഗോൾ അടിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവരെ ആരാധനയോടെ കാണുന്നത്. ശരിയല്ലേ? യെസ്. അപ്പൊ നമുക്കും ഇതേപോലെ ലെജൻസ് ആവണ്ടേ? അതിന് നമ്മളുടെ ലൈഫിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. നമ്മുടെ ലൈഫിലുള്ള നമ്മളുടെ ഗോൾസ്, നമ്മളുടെ ഡ്രീംസ് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു ഫോക്കസ് ഒരു നിമിഷം ഒന്ന് മാറിപ്പോയാൽ മതി ആ ഗോൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ലൈഫിലെ ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു അധ്യയന വർഷം അഥവാ ഈ ഒരു അക്കാഡമിക് ഇയർ മൊത്തം നിങ്ങൾ വർക്ക് ചെയ്തത് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ഫൈനൽ ഗോൾ അതാണ് എന്ത്? നമ്മളുടെ ആനുവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആനുവൽ എക്സാമിലേക്ക് ഇനി കഷ്ടി ഒരാഴ്ചത്തോളെ ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരാഴ്ച നമ്മൾ അടിപൊളിയായിട്ട് ഇനി പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ എജുപോർട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ റെഡിയാണ്. ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും ഇനി അങ്ങോട്ട് ഊണും ഉറക്കവും ഇല്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഫുള്ള് പറഞ്ഞു തരാൻ വേണ്ടി റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, കൂടെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. ഓക്കെ. സോ നമ്മളുടെ ഫേവറേറ്റ് പ്ലെയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് അല്ലെ. നമ്മൾ അത്രയും ഹരത്തോടു കൂടി കാണുന്ന ഒന്നാണ്. ആ ഒരു ഹരം നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ആവശ്യമുള്ള നമ്മളെ പ്ലെയർ ജയിക്കണം, അല്ലെങ്കിൽ നമ്മളെ ടീം ജയിക്കണം, അവർ ഗോൾ അടിക്കണം, ഒരുപാട് ഗോൾ അടിച്ച് ജയിക്കണം എന്നൊക്കെ നമുക്ക് ആ ഒരു വാശിയുള്ളതുകൊണ്ട് അല്ലെ. ആ ഒരു സ്പിരിറ്റ് നമ്മൾ എക്സാമിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതോ ഉഴപ്പിയതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. മിസ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര വരെ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഒരു 5 പേരെങ്കിലും ഒന്നും തുടങ്ങിയിട്ടില്ല മിസ്സേ, ഒന്നും പഠിച്ചിട്ടില്ല മിസ്സേ എന്ന് പറയാനുണ്ടാവും. പക്ഷെ അത് സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് പാസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഇനി അങ്ങോട്ടേക്കുള്ള സമയം കൂടി നിങ്ങളെ തന്നെ പറ്റിച്ചാൽ അത് ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മളെ തന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? നിങ്ങൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, പഠിച്ചു 5 തവണ റിവൈസ് ചെയ്തു, എന്തിനാ പറഞ്ഞത് അച്ഛനും അമ്മയും ചീത്ത പറയാതിരിക്കാൻ. പക്ഷെ ഫൈനൽ നമ്മൾ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഈ അച്ഛനോ അമ്മയോ നമ്മൾ കളിച്ചു നടക്കുന്ന ഫ്രണ്ട്സോ നമ്മളെ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ഇനി വരുന്ന ഈ ഒരു ആഴ്ചയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഫോക്കസോട് കൂടി ഞാൻ ഗോൾ അടിക്കാൻ പോവാണ് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക. നമ്മളെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി അതിനൊരു സൂപ്പർ ആയിട്ടുള്ള സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. സോ അതെന്താന്നല്ലേ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മളെ സൂപ്പർ സ്റ്റഡി പ്ലാൻ. ഇനിയുള്ള 7 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം, നമ്മളെ ഗോളിലേക്ക് നമുക്ക് എത്താനുള്ള ആ ഒരു ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്മാർട്ട് വർക്ക് വിത്ത് ഹാർഡ് വർക്ക്, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എജുപോർട്ട് ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഫെബ്രുവരി 16-ാം തീയതി സൺഡേ കൃത്യം 7 മണിക്ക് നമ്മളെ ചാനലിലേക്ക് വരിക. ഈ ഒരു ടൈം ഇപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്ത് വെക്കുക. അതിലൊരു വീഴ്ചയും വരുത്തരുത്. ഇതുവരെ ചെയ്ത പോട്ടെ, ഇനി അങ്ങോട്ടേക്ക് നമ്മളെ സെറ്റ് ആക്കാൻ പോവാണ്. സോ എല്ലാവരും ഈ ഒരു സൺഡേ 7 മണിക്ക് നമ്മളെ ലൈവിൽ കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മിസ് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. സോ എല്ലാവരും വാശിയോടുകൂടി പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ ഗോൾ അടിക്കും എന്ന് പറഞ്ഞൊരു കമന്റ് നിങ്ങൾ എഴുതാം.